ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് മാഞ്ഞുപോയ നൂറ്റാണ്ടുകളോളം മനുഷ്യന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരുന്ന ഒരു നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരുഭൂമിയിലെ ചുവന്ന പാറക്കൂട്ടങ്ങളിൽ ഒരു രഹസ്യം പോലെ കൊത്തിവെച്ച ഒരു മഹാത്ഭുതം. വ്യാപാരികളുടെ ഒട്ടകക്കൂട്ടങ്ങൾ ഒരു കാലത്ത് വിശ്രമിച്ചിരുന്ന, രാജാക്കന്മാർ ഭരിച്ചിരുന്ന, എന്നാൽ പിന്നീട് കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മറവിയിലേക്കാണ്ടുപോയ ഒരു നഗരം. അറബിക്കഥകളിലെ മാന്ത്രിക നഗരങ്ങളെപ്പോലെ ബെദുവിൻ ഗോത്രവർഗക്കാരുടെ നാടോടി കഥകളിലും അടക്കം പറച്ചിലുകളിലും മാത്രം ജീവിച്ചിരുന്ന ആ അദൃശ്യ നഗരത്തിന്റെ പേരായിരുന്നു പെട്ര. നൂറ്റാണ്ടുകളോളം പാശ്ചാത്യലോകത്തിന് അതൊരു കെട്ടുകഥ മാത്രമായിരുന്നു. എന്നാൽ ആ കഥയുടെ പിന്നാലെ പോകാൻ ഒരാൾ ധൈര്യം കാണിച്ചു. തന്റെ ജീവൻ പണയം വെച്ച്, വേഷം മാറി, ചതിയുടെയും അപകടങ്ങളുടെയും മണൽക്കാറ്റിലൂടെ അയാൾ ആ നഷ്ടനഗരം തേടി യാത്രയായി. ഇതാ യാത്രയുടെ കഥയാണ്. യൂറോപ്പിലെ സുരക്ഷിതത്വം ഉപേക്ഷിച്ച് ഷെയ്ഖ് ഇബ്രാഹിം ഇബൻ അബ്ദുള്ള എന്ന വ്യാജനാമത്തിൽ അറബ് ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് ഊളിയിട്ട ജീൻ ലൂയീസ് ബർക്കാഡ് എന്ന സാഹസികന്റെ കഥ. ഇത് പെട്രയുടെ പുനർജന്മത്തിന്റെ കഥയാണ്. ഈ യാത്ര തുടങ്ങുന്നതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ചരിത്രവും സാഹസികതയും നിഗൂഢതകളും ഇഴചേർന്ന ഈ കഥാപരമ്പര ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുകയാണ്. ഓരോ ഭാഗത്തിലും ബർക്കാഡിന്റെ ഹൃദയമിടിപ്പ് പോലും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും. ഈ ശ്രമം നിങ്ങൾക്കിഷ്ടപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവും ഞങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകും. ഇനി നമുക്കൊരുമിച്ച് ആ മണലാരണ്യത്തിലേക്ക് യാത്ര തുടങ്ങാം, ഷെയ്ഖ് ഇബ്രാഹിമിനൊപ്പം. 19-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭം യൂറോപ്പ് ഒരു വലിയ ഉണർവിലായിരുന്നു. നെപ്പോളിയന്റെ പടയോട്ടങ്ങൾ ഭൂഖണ്ഡത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കുമ്പോൾ മറ്റൊരു തരം പര്യവേക്ഷകർ പുതിയ ലോകങ്ങൾ സ്വപ്നം കാണുകയായിരുന്നു. ഭൂപടങ്ങളിൽ അജ്ഞാതമെന്ന് രേഖപ്പെടുത്തിയ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യാനും, പുരാതന നാഗരികതകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനും, ഭൂമിയുടെ രഹസ്യങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കാനും അവർ വെമ്പൽ കൊണ്ടിരുന്നു. അത്തരത്തിലൊരു തീക്ഷ്ണമായ ആഗ്രഹം മനസ്സിൽ തീയായി എരിഞ്ഞൊരു ചെറുപ്പക്കാരൻ സ്വിറ്റ്സർലൻഡിലെ ലോസാനിൽ ജീവിച്ചിരുന്നു. അവന്റെ പേര് ജീൻ ലൂയിസ് ബർക്കാഡ്. ഒരു സമ്പന്ന വ്യാപാരിയുടെ മകനായി ജനിച്ച ബർക്കാഡിന് മുന്നിൽ സുഖപ്രദമായൊരു ജീവിതം കാത്തിരിപ്പുണ്ടായിരുന്നു. പിതാവിന്റെ പാത പിന്തുടർന്ന് വ്യാപാരത്തിൽ ശോഭിക്കാനോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനായി യൂറോപ്പിലെ സർവകലാശാലകളിൽ ഒതുങ്ങിക്കൂടാനോ അവന് സാധിക്കുമായിരുന്നു. എന്നാൽ ബർക്കാഡിന്റെ സ്വപ്നങ്ങൾ ആൽപ്സ് പർവ്വതനിരകൾക്കും അപ്പുറമായിരുന്നു. അവന്റെ ശിരകളിൽ ഓടിയിരുന്നത് സാഹസികതയുടെ രക്തമായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ അവൻ വായിച്ചുകൂട്ടിയത് പുരാതന ലോകത്തെക്കുറിച്ചുള്ള കഥകളായിരുന്നു. ഹെറോഡോട്ടസിന്റെയും പ്ലിനിയുടെയും വിവരണങ്ങൾ അവന്റെ ഭാവനയെ ഉണർത്തി. ഈജിപ്തിലെ പിരമിഡുകൾ, ബാബിലോണിലെ തൂങ്ങുന്ന പൂന്തോട്ടം, അറേബ്യൻ മരുഭൂമിയിലെ നിഗൂഢതകൾ, യൂറോപ്പിന്റെ ഭൂപടങ്ങൾക്കപ്പുറമുള്ള ലോകം അവനെ മാടി വിളിച്ചു. ജർമ്മനിയിലെ ലീപ്സിഗ്, ഗോട്ടിങ്ങൻ സർവകലാശാലകളിലെ പഠനം അവന്റെ കാഴ്ചപ്പാടുകളെ കൂടുതൽ വിശാലമാക്കി. ചരിത്രത്തിലും ഭൂഗർഭശാസ്ത്രത്തിലും ഭാഷകളിലും അവൻ അഗാധമായ പാണ്ഡിത്യം നേടി. എന്നാൽ അവന്റെ യഥാർത്ഥ ലക്ഷ്യം അതൊന്നുമായിരുന്നില്ല. ആഫ്രിക്കയുടെ ഉള്ളറകളിലേക്ക് യാത്ര ചെയ്യുക, അജ്ഞാതമായിരുന്ന നൈജർ നദിയുടെ ഉത്ഭവം കണ്ടെത്തുക, ഇതായിരുന്നു അവന്റെ ഏറ്റവും വലിയ സ്വപ്നം. അക്കാലത്ത് ആഫ്രിക്ക ഇരുണ്ട ഭൂഖണ്ഡം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിച്ച പാശ്ചാത്യർ ഒന്നുകിൽ രോഗം ബാധിച്ചു മരിക്കുകയോ അല്ലെങ്കിൽ ഗോത്രവർഗക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്തിരുന്നു. അതൊരു ആത്മഹത്യാപരമായ ദൗത്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ബർക്കാഡ് പോലുള്ളവർക്ക് അത്തരം അപകടങ്ങൾ ഒരു വെല്ലുവിളിയായിരുന്നു, ഭയമല്ല. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ലണ്ടനിലെ അസോസിയേഷൻ ഫോർ ദ ഡിസ്കവറി ഓഫ് ദി ഇന്റീരിയർ പാർട്സ് ഓഫ് ആഫ്രിക്ക എന്ന സംഘടനയുമായി ബന്ധപ്പെടുക. ആഫ്രിക്കൻ അസോസിയേഷൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സംഘടന ബർക്കാഡ് പോലുള്ള ധീരരായ പര്യവേക്ഷകർക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നു. 1806-ൽ തന്റെ 26-ാമത്തെ വയസ്സിൽ ബർക്കാഡ് ലണ്ടനിലേക്ക് കപ്പൽ കയറി. കയ്യിൽ സർ ജോസഫ് ബാങ്ക്സ് എന്ന ആഫ്രിക്കൻ അസോസിയേഷൻ പ്രസിഡന്റിന്റെ കോട്ടിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർക്ക്
അവിടെ ബർഖാഡിനൊരു ഗോപനീയ ജോലിയുണ്ടെന്ന് അറിയിക്കുന്ന ഒരു കത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലണ്ടനിലെത്തിയ ബർക്കാർഡ് സർ ജോസഫ് ബാങ്ക്സിനെ കണ്ടു. ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലെ തീയും അവന്റെ അറിവും എന്തും നേരിടാനുള്ള നിശ്ചയദാർഢ്യവും ബാങ്ക്സിനെ ആകർഷിച്ചു. ആഫ്രിക്കൻ ദൗത്യത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ബർക്കാർഡിന് മുന്നറിയിപ്പ് നൽകി. ഇതൊരുല്ലാസയാത്രയല്ല, മിസ്റ്റർ ബർക്കാർഡ്. നിങ്ങളുടെ മുൻഗാമികളിൽ പലരും തിരിച്ചുവന്നിട്ടില്ല. മരുഭൂമിയിലെ ചൂടും രോഗങ്ങളും നിങ്ങളെ സംശയത്തോടെ വീക്ഷിക്കുന്ന തദ്ദേശീയരും നിങ്ങളുടെ ഓരോ ചുവടും അപകടത്തിലാക്കും. ബർക്കാർഡിന്റെ മറുപടി ശാന്തവും ദൃഢവുമായിരുന്നു. സർ, അപകടങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. പക്ഷേ അജ്ഞാതമായ ഒന്നിനെക്കുറിച്ചുള്ള ഭയം അറിവു നേടുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കരുത്. ഈ ദൗത്യത്തിനായി എന്നെത്തന്നെ ഒരുക്കാൻ ഞാൻ തയ്യാറാണ്. അവന്റെ വാക്കുകളിലെ ആത്മാർത്ഥത അസോസിയേഷനെ ബോധ്യപ്പെടുത്തി. അവർ അവനെ തങ്ങളുടെ അടുത്ത പര്യവേക്ഷകനായി തിരഞ്ഞെടുത്തു. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. ആഫ്രിക്കയുടെ ഉള്ളിലേക്ക് ഒരു യൂറോപ്പിനായി കടന്നു ചെല്ലുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് അവനൊരു അറബിയായി മാറണം. ഭാഷയും വേഷവും പെരുമാറ്റവും മതപരമായ ആചാരങ്ങളുമെല്ലാം ഒരു തദ്ദേശീയനെ പോലെയായിരിക്കണം. ഒരു ചെറിയ പിഴവുപോലും അവന്റെ ജീവനെടുക്കും. ഷെയ്ഖ് ഇബ്രാഹിമിന്റെ പിറവി. അങ്ങനെ ജീൻ ലൂയിസ് ബർക്കാർഡ് എന്ന സ്വിസ് യുവാവ് മരിക്കുകയും ഷെയ്ഖ് ഇബ്രാഹിം ഇബിൻ അബ്ദുള്ള എന്ന അരബ് പണ്ഡിതൻ ജനിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്ക് അവൻ കടന്നു. അടുത്ത 2 വർഷക്കാലം ബർക്കാർഡ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഒരുങ്ങി. അതൊരു സാധാരണ പഠനമായിരുന്നില്ല, അതൊരു പുനർജന്മമായിരുന്നു. അവന്റെ ആദ്യത്തെ വെല്ലുവിളി അറബി ഭാഷയായിരുന്നു. കേംബ്രിഡ്ജിലെ ഒരു അറബ് പണ്ഡിതന്റെ കീഴിൽ അവൻ പഠനം തുടങ്ങി. അറബി ഭാഷയുടെ സങ്കീർണമായ വഴികളിലൂടെ അവൻ സഞ്ചരിച്ചു. ഓരോ വാക്കിന്റെയും ഉച്ചാരണശുദ്ധി, ഓരോ പ്രവിശ്യയിലെയും ഭാഷാഭേദങ്ങൾ, ഖുറാനിലെ വരികളുടെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ എല്ലാം. അവൻ വിദ്യാർത്ഥി മാത്രമായിരുന്നില്ല, ആ സംസ്കാരത്തിന്റെ ആത്മാവ് തൊട്ടറിയാൻ ശ്രമിക്കുന്ന ഒരു തീർത്ഥാടകനുമായിരുന്നു. ദിവസവും മണിക്കൂറുകളോളം അവൻ അറബി സംസാരിച്ചു, ചിന്തിച്ചു, സ്വപ്നം കണ്ടു. അവന്റെ ഉച്ചാരണം ഒരു സിറിയൻകാരനെപ്പോലെ സ്വാഭാവികമാകുന്നതുവരെ അവൻ പരിശീലിച്ചു. അതോടൊപ്പം ഇസ്ലാമിക ആചാരങ്ങളെക്കുറിച്ചും അവൻ ആഴത്തിൽ പഠിച്ചു. 5 നേരത്തെ നമസ്കാരത്തിന്റെ രീതികൾ, ഖുറാൻ പാരായണം, ഇസ്ലാമിക നിയമങ്ങൾ, സാമൂഹിക മര്യാദകൾ എന്നിവയെല്ലാം അവൻ ഹൃദിസ്ഥമാക്കി. ഒരു മുസ്ലിമായി അഭിനയിക്കുകയായിരുന്നില്ല അവന്റെ ലക്ഷ്യം, ഒരു മുസ്ലിമായി ജീവിക്കുക എന്നതായിരുന്നു. കാരണം ഒരു ചെറിയ സംശയം പോലും അവന്റെ ദൗത്യത്തെ പരാജയപ്പെടുത്തുമെന്ന് അവൻ അറിയാമായിരുന്നു. ശാരീരികമായ മാറ്റങ്ങൾക്കും അവൻ വിധേയനായി. യൂറോപ്യൻ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അവൻ അയഞ്ഞ അറബ് വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. തലയിൽ തുർബൻ കെട്ടി നീണ്ട ദാടി വളർത്തി. വെളുത്ത തൊലി ഇരുണ്ട നിറമാക്കാൻ മണിക്കൂറുകളോളം വെയിലുകൊണ്ടു. ലണ്ടനിലെ തെരുവുകളിലൂടെ ഒരു അറബിയെപ്പോലെ അവൻ നടന്നു. ആളുകളുടെ തുറിച്ചുനോട്ടങ്ങളെയും പരിഹാസങ്ങളെയും അവൻ അവഗണിച്ചു. കാരണം യഥാർത്ഥ പരീക്ഷണഭൂമിയായ സിറിയയിലും ഈജിപ്തിലും ഇതിലും വലിയ വെല്ലുവിളികൾ അവനെ കാത്തിരുന്നിരുന്നു എന്നവൻ അറിയാമായിരുന്നു. അവന്റെ ദൗത്യത്തിനൊരു കവചം ആവശ്യമായിരുന്നു. ആരാണ് ഷെയ്ഖ് ഇബ്രാഹിം? എവിടെ നിന്നാണ് വരുന്നത്? എന്തിനാണ് യാത്ര ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരം വേണം. ആഫ്രിക്കൻ അസോസിയേഷനുമായി ചേർന്ന് അവനൊരു വ്യാജ ഐഡന്റിറ്റി രൂപപ്പെടുത്തി. ഷെയ്ഖ് ഇബ്രാഹിം ഇബിൻ അബ്ദുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം വ്യാപാരിയാണ്. തന്റെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായ ഡമാസ്കസിലും കൈറോയിലും കൂടുതൽ പഠിക്കുന്നതിനുമാണ് അവൻ യാത്ര ചെയ്യുന്നത്. ഈ കഥ വിശ്വസനീയമായിരുന്നു. കാരണം അക്കാലത്ത് ഇന്ത്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നുമെല്ലാം പണ്ഡിതന്മാരും വ്യാപാരികളും അറബ് ലോകത്തേക്ക് വരാറുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ അതിജീവനത്തിനുള്ള പരിശീലനവും അവൻ നേടി. വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ, ജ്യോതിശാസ്ത്രം ഉപയോഗിച്ച് രാത്രിയിൽ വഴികണ്ടെത്താനുള്ള കഴിവ്, കുറഞ്ഞ വെള്ളവും ഭക്ഷണവും ഉപയോഗിച്ച് ദിവസങ്ങളോളം യാത്ര ചെയ്യാനുള്ള പരിശീലനവും എല്ലാം അവൻ സ്വായത്തമാക്കി. അവൻ ശരിക്കും ഒരായുധമായി മാറുകയായിരുന്നു. അറിവും ഭാഷയും നിശ്ചയദാർഢ്യവും കൗശലവും ചേർന്ന ഒരു മനുഷ്യായുധം. 1809 ഏകദേശം 3 വർഷത്തെ കഠിനമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ബർക്കാർഡ് യാത്രയ്ക്ക് തയ്യാറായി. ആഫ്രിക്കൻ അസോസിയേഷൻ അവനാവശ്യമായ പണവും രഹസ്യമായി സൂക്ഷിക്കാനുള്ള ഭൂപടങ്ങളും നിർദ്ദേശങ്ങളും നൽകി. അവന്റെ ആദ്യത്തെ ലക്ഷ്യം സിറിയയിലെ അലപ്പോ നഗരമായിരുന്നു. അവിടെ താമസിച്ച് തന്റെ അറബി പരിജ്ഞാനം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ഒരു യഥാർത്ഥ അറബിയായി അവിടത്തെ സമൂഹത്തിൽ ലയിച്ചുചേരുകയും ചെയ്യുക എന്നതായിരുന്നു അവന്റെ പദ്ധതി. അലപ്പോയിൽ നിന്ന് കൈറോയിലേക്കുള്ള കരമാർഗമുള്ള യാത്രയിലായിരിക്കും അവന്റെ യഥാർത്ഥ പരീക്ഷണങ്ങൾ ആരംഭിക്കുക. ആ യാത്രയാണ് അവനെ നൈജർ നദിയിലേക്കുള്ള കച്ചവട സംഘങ്ങളുടെ പാതയിലെത്തിക്കുക.
ലണ്ടനിലെ തുറമുഖത്ത് നിന്ന് മാൾട്ടയിലേക്കുള്ള കപ്പലിൽ കയറുമ്പോൾ ജീൻ ലൂയിസ് ബെർഖാർഡ് എന്ന വ്യക്തിത്വം പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു. കപ്പലിലുണ്ടായിരുന്നവർ കണ്ടത് നീണ്ട താടിയും കലപ്പാവും ധരിച്ച, കണ്ണുകളിൽ ഒരുതരം നിഗൂഢമായ ശാന്തത സൂക്ഷിക്കുന്ന ഷെയ്ഖ് ഇബ്രാഹീമിനെയായിരുന്നു. അവന്റെ മനസ്സിൽ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എന്നാൽ വിധി അവനായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. നൈജർ നദിയേക്കാൾ വലിയൊരു രഹസ്യം, ചരിത്രത്തിന്റെ താളങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഒരു മഹാത്ഭുതം അവന്റെ യാത്രയ്ക്കിടയിൽ ഒരു മരീചിക പോലെ അവനു മുന്നിൽ വെളിപ്പെടാൻ കാത്തിരിപ്പുണ്ടായിരുന്നു. അവന്റെ യാത്രയുടെ ആദ്യഘട്ടം മെഡിറ്ററേനിയൻ കടലിലൂടെയായിരുന്നു. മാൾട്ടയിലെത്തിയ അവൻ അവിടെ നിന്നൊരു തുർക്കി കപ്പലിൽ അലപ്പോയിലേക്ക് യാത്ര തിരിച്ചു. ആ കപ്പൽ യാത്ര തന്നെ അവനൊരു പരീക്ഷണമായിരുന്നു. കപ്പലിൽ നിറഞ്ഞു നിൽക്കുന്നത് തുർക്കികളും അറബികളും വിവിധ ദേശക്കാരുമായിരുന്നു. ഷെയ്ഖ് ഇബ്രാഹീം എന്ന തന്റെ പുതിയ വേഷം ആദ്യമായി പരീക്ഷിക്കാനുള്ള അവസരമായിരുന്നു അത്. അവൻ മറ്റുള്ളവരുമായി അറബിയിൽ സംസാരിച്ചു, അവരുടെ കഥകൾ കേട്ടു, തന്റെ വ്യാജഭൂതകാലം അവരോട് പറഞ്ഞു. അവന്റെ ഭാഷയുടെ ഒഴുക്കും മതപരമായ അറിവും അവരിൽ മതിപ്പുളവാക്കി. ആരും അവനെ സംശയിച്ചില്ല. ആദ്യത്തെ പരീക്ഷയിൽ ഷെയ്ഖ് ഇബ്രാഹീം വിജയിച്ചിരിക്കുന്നു. എന്നാൽ കരയിൽ അവനെ കാത്തിരുന്നത് കൂടുതൽ വലിയ വെല്ലുവിളികളായിരുന്നു. സിറിയ അക്കാലത്ത് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അവിടത്തെ പാഷമാരുടെയും പ്രാദേശിക മേധാവികളുടെയും കണ്ണുവെട്ടി മുന്നോട്ടു പോകുന്നത് എളുപ്പമല്ല. ഒരു വിദേശി, പ്രത്യേകിച്ചും ഒരു യൂറോപ്യൻ, ചാരനാണെന്ന് സംശയിക്കപ്പെട്ടാൽ വിചാരണ പോലുമില്ലാതെ കഴുത്തറയ്ക്കപ്പെടാം. ചതിയുടെയും അപകടങ്ങളുടെയും മണൽക്കാറ്റു വീശുന്ന ആ ലോകത്തേക്കാണ് ഷെയ്ഖ് ഇബ്രാഹീം എന്ന പേരിൽ ജീൻ ലൂയിസ് ബെർഖാർഡ് കാലെടുത്തുവെക്കാൻ പോകുന്നത്. അവന്റെ ഹൃദയത്തിൽ ഒരേ സമയം ഭയവും ആവേശവും നിറഞ്ഞു. യൂറോപ്പിലെ സുരക്ഷിതമായ ജീവിതം, അവന്റെ കുടുംബം, സുഹൃത്തുക്കൾ എല്ലാം അവൻ പിന്നിലുപേക്ഷിച്ചു. മുന്നിലുള്ളത് അനിശ്ചിതത്വം മാത്രം. പക്ഷേ അവന്റെ ശിരകളിലോടുന്ന സാഹസികതയുടെ ചോര അവനെ മുന്നോട്ടു നയിച്ചു. അവൻ കേവലം ഒരു പര്യവേക്ഷകൻ മാത്രമായിരുന്നില്ല, അറിവിനുവേണ്ടി ജീവൻ പണയം വയ്ക്കാൻ തയ്യാറായ ഒരു യോദ്ധാവായിരുന്നു. സിറിയയുടെ തീരം ദൂരെ നിന്ന് കണ്ടു തുടങ്ങിയപ്പോൾ അവൻ ആഴത്തിൽ ശ്വാസമെടുത്ത് മനസ്സിലുറപ്പിച്ചു, ഇനി ജീൻ ലൂയിസ് ബെർഖാർഡ് ഇല്ല, ഞാൻ ഷെയ്ഖ് ഇബ്രാഹീം ഇബ്ൻ അബ്ദുള്ളയാണ്. എന്റെ യാത്ര ഇപ്പോഴിതാ ആരംഭിക്കുന്നു. അലപ്പോ നഗരത്തിന്റെ മിനാരങ്ങൾ അവനെ കാത്തിരുന്നു. അവിടെ ആ പുരാതന നഗരത്തിന്റെ തിരക്കേറിയ തെരുവുകളിലും ചായക്കടകളിലെ സംഭാഷണങ്ങളിലും കാരവാൻ സരായികളിലെ അടക്കം പറച്ചലുകളിലും വെച്ചാണ് ഒരു നഷ്ടനഗരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ നേർത്ത മന്ത്രം അവന്റെ കാതുകളിൽ പതിക്കാൻ പോകുന്നത്. അവന്റെ ജീവിതത്തെയും ചരിത്രത്തിന്റെ ഗതിയെയും മാറ്റിമറിക്കാൻ പോകുന്ന ആ യാത്രയുടെ ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. സിറിയൻ തീരത്തെ ലഥാഗിയ തുറമുഖത്ത് ഷെയ്ഖ് ഇബ്രാഹിം ഇബൻ അബ്ദുള്ള എന്ന പുതിയ മനുഷ്യൻ കപ്പലിറങ്ങുമ്പോൾ മെഡിറ്ററേനിയനിലെ ഉപ്പുകാറ്റിനൊപ്പം ഒരു പുതിയ ലോകത്തിന്റെ ഗന്ധം അവന്റെ നാസികകളിലേക്ക് അടിച്ചുകയറി. അത് യൂറോപ്പിലെ നഗരങ്ങളുടെ ചിട്ടപ്പെടുത്തിയ ഗന്ധമായിരുന്നില്ല. പൊടിയും സുഗന്ധദ്രവ്യങ്ങളും വിയർപ്പും അടുപ്പുകളിൽ വേവുന്ന റൊട്ടിയുടെയും കബാബിന്റെയും കൊതിപ്പിക്കുന്ന മണവും ഒട്ടകങ്ങളുടെയും കഴുതകളുടെയും രൂക്ഷഗന്ധവും ഇടകലർന്ന ഒരു സങ്കീർണമായ അനുഭവമായിരുന്നു അത്. തുറമുഖത്തെ കോലാഹലത്തിനിടയിൽ അവൻ ഒരു നിമിഷം നിന്നു. ചുറ്റും തലങ്ങും വിലങ്ങും പായുന്ന മനുഷ്യർ, തുർക്കിഷ് സൈനികർ, ഈജിപ്ഷ്യൻ വ്യാപാരികൾ, പേർഷ്യൻ കച്ചവടക്കാർ, പ്രാദേശിക അറബികൾ. ഒരു ബഹുവർണ്ണ ക്യാൻവാസിൽ ചായങ്ങൾ കോരിയൊഴിച്ചതുപോലെ അവന്റെ നീലക്കണ്ണുകൾ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞുചേരാൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റും പരതി. ഇവിടെ ഒരു ചെറിയ പിഴവ് പോലും, ഒരു യൂറോപ്യൻ ചുവയുള്ള നോട്ടം പോലും സംശയത്തിന്റെ വിത്തുകൾ പാകിയേക്കാം. അവന്റെ ആദ്യത്തെ യഥാർത്ഥ പരീക്ഷണം അലപ്പോയിലേക്കുള്ള കരമാർഗമുള്ള യാത്രയായിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അപകടകവും സംശയാസ്പദവുമായിരുന്നു. അതിനാൽ അവനൊരു ചെറിയ കച്ചവട സംഘത്തോടൊപ്പം ചേർന്നു. സിറിയൻ മലനിരകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞുപോകുന്ന പൊടി നിറഞ്ഞ പാതയിലൂടെ അവരുടെ യാത്ര ആരംഭിച്ചു. ദിവസങ്ങൾ നീണ്ട ആ യാത്ര ബെർഖാർഡിന് കേംബ്രിഡ്ജിലെ ക്ലാസ് മുറികൾ നൽകിയതിനേക്കാൾ വലിയ പാഠങ്ങളാണ് നൽകിയത്. അവൻ ഒട്ടകപ്പുറത്തിരുന്ന് സഹയാത്രികരോട് സംസാരിച്ചു. തന്റെ വ്യാജകഥയായ ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരിയും പണ്ഡിതനും എന്ന അവന്റെ ആ വ്യാജകഥ അവൻ ആദ്യമായി അറബികളുടെ മുന്നിൽ അവതരിപ്പിച്ചു.
അവർ അവന്റെ ഉച്ചാരണശുദ്ധിയെ പ്രശംസിച്ചു. അവന്റെ ഖുറാൻ പരിജ്ഞാനത്തെ മാനിച്ച് അവനെ ഷെയ്ഖ് എന്ന ആദരവോടെ വിളിച്ചു. രാത്രിയിൽ തമ്പടിച്ച് തീ കായുമ്പോൾ അവരവനോട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ചും മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രൗഢിയെക്കുറിച്ചും താജ്മഹലിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ചോദിച്ചു. ബർക്കാർ താൻ വായിച്ചറിഞ്ഞ വിവരങ്ങൾ വെച്ച് അവർക്ക് മറുപടി നൽകി. ഓരോ വാക്കും അവൻ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തു. അവനൊരു നടനായിരുന്നു. അവന്റെ ജീവിതം തന്നെയായിരുന്നു അവന്റെ അരങ്ങ്. ആ യാത്രയിൽ അവൻ അറബികളുടെ അതിഥി സൽക്കാരത്തിന്റെ ഊഷ്മളത അനുഭവിച്ചറിഞ്ഞു. അതോടൊപ്പം അവരുടെ ലോകവീക്ഷണത്തിന്റെ സൂക്ഷ്മതകളും മനസ്സിലാക്കി. വഴിയരികിലെ പട്ടാളക്കാരുടെ പരിശോധനകളെ അവൻ ശാന്തതയുടെ നേരിട്ടു. അവന്റെ ആത്മവിശ്വാസം നിറഞ്ഞ പെരുമാറ്റവും ആധികാരികമായ അറബി ഭാഷയും മതപരമായ അറിവും എല്ലാ സംശയങ്ങളെയും അകറ്റി നിർത്തി. ഒടുവിൽ ദൂരെ മലഞ്ചരിവിൽ ഒരു മൺകൂന പോലെ അലപ്പോ നഗരത്തിന്റെ കൂറ്റൻ കോട്ട പ്രത്യക്ഷമായി. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തുടർച്ചയായി ജനവാസമുള്ള നഗരങ്ങളിലൊന്നാണ് അലപ്പോ. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സംഗമസ്ഥാനം. പട്ടുപാതയിലെ പ്രധാന കണ്ണികളിലൊന്നാണിവിടം. നൂറ്റാണ്ടുകളായി ചരിത്രത്തിന്റെ എത്രയെത്ര വീഴ്ചകൾക്കും താഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ച നഗരം അലപ്പോ. അലപ്പോയിലേക്ക് പ്രവേശിച്ചപ്പോൾ ബർക്കാഡിന് ശ്വാസമടക്കി നിൽക്കേണ്ടി വന്നു. ഇടുങ്ങിയ തെരുവുകൾ ഒരു ചിലന്തിവല പോലെ നഗരത്തെ ചുറ്റിവരഞ്ഞിരുന്നു. മരപ്പണികളാൽ അലങ്കരിച്ച ബാൽക്കണികളുള്ള വീടുകൾ പരസ്പരം തൊട്ടുരുമി നിന്നു. തെരുവുകൾ മനുഷ്യരാൽ നിറഞ്ഞിരുന്നു. തലപ്പാവു വെച്ച പുരുഷന്മാർ, മുഖപടമണിഞ്ഞ സ്ത്രീകൾ, ഓടിക്കളിക്കുന്ന കുട്ടികൾ, ഭാരം ചുമക്കുന്ന കഴുതകൾ, അലസമായി നടക്കുന്ന ഒട്ടകങ്ങൾ. എല്ലാത്തിനും മീതെ വിവിധ പള്ളികളിലെ മിനാരങ്ങളിൽ നിന്ന് ഒരേ സമയം ഉയർന്നുവരുന്ന ബാങ്കുലിയുടെ മാറ്റുലി. അവനൊരു ഖാനിൽ മുറിയെടുത്തു. കച്ചവടക്കാർക്കും യാത്രക്കാർക്കും താമസിക്കാനുള്ള വലിയ സത്രങ്ങളായിരുന്നു അവ. നടുവിൽ വിശാലമായ മുറ്റവും അതിനു ചുറ്റും സാധനങ്ങൾ സൂക്ഷിക്കാനും താമസിക്കാനുമുള്ള മുറികളും. ഈ ഖാനുകൾ വെറും താമസസ്ഥലങ്ങൾ മാത്രമായിരുന്നില്ല. അവ അക്കാലത്തെ വാർത്താവിനിമയ കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ബാഗ്ദാദിൽ നിന്നും കെയ്റോയിൽ നിന്നും ഇസ്താംബൂളിൽ നിന്നും വരുന്ന കച്ചവട സംഘങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകളും കഥകളും അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഷെയ്ഖ് ഇബ്രാഹിമിന് തന്റെ പുതിയ വ്യക്തിത്വം ഉറപ്പിക്കാനും അറബ് ലോകത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയാനും ഇതിലും നല്ലൊരിടം കിട്ടാനില്ലായിരുന്നു. അടുത്ത 2 വർഷക്കാലം ബർക്കാഡ് അലപ്പോയിൽ ഒരു സാധാരണക്കാരനായി ജീവിച്ചു. അവന്റെ ജീവിതം ഒരു ചിട്ടയിലായി. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവും. പിന്നീട് നഗരത്തിലെ പണ്ഡിതരുമായി ചേർന്ന് ഖുർആനും ഇസ്ലാമിക നിയമങ്ങളും ചർച്ച ചെയ്യും. അവന്റെ അറിവ് അവന് ബഹുമാനം നേടിക്കൊടുത്തു. ആളുകൾ സംശയങ്ങളുമായി അവനെ സമീപിക്കാൻ തുടങ്ങി. അവൻ തന്റെ കച്ചവടക്കാരനെന്ന വേഷം മറന്നില്ല. ചെറിയ തോതിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വ്യാപാരം നടത്തി. ഇതവന്റെ വരുമാനമാർഗം മാത്രമല്ല, അവന്റെ കഥയ്ക്ക് കൂടുതൽ വിശ്വസനീയത നൽകുകയും ചെയ്തു. പക്ഷേ ഈ ജീവിതം പുറമേക്ക് ശാന്തമായിരുന്നെങ്കിലും ബർക്കാഡിന്റെ ഉള്ളിലൊരു കൊടുങ്കാറ്റെപ്പോഴും ആഞ്ഞടിച്ചിരുന്നു. ഓരോ നിമിഷവും പിടിക്കപ്പെടുമോ എന്ന ഭയം അവനെ വേട്ടയാടി. ഉറക്കത്തിൽ പോലും അവൻ അറബിയിൽ ചിന്തിക്കാൻ സ്വയം നിർബന്ധിച്ചു. ഒരു യൂറോപ്യൻ പൗരന്റെ നേരിയ ചലനം പോലും തന്നിൽ നിന്നുണ്ടാവാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. ചിലപ്പോൾ ഒരു യൂറോപ്യൻ സംഗീതം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പരിചിതമായ വാക്ക് കാതിൽ പതിയുമ്പോഴോ അവന്റെ ഹൃദയം പിടച്ചു. ലൊസാനിലെ തന്റെ വീടും കുടുംബവും സുഹൃത്തുക്കളുമെല്ലാം ഒരു വിദൂര സ്വപ്നം പോലെ അവന് തോന്നി. കടുത്ത ഏകാന്തത അവനെ പലപ്പോഴും അലട്ടി. പക്ഷേ ഓരോ തവണയും അവൻ സ്വയം ഓർമ്മിപ്പിച്ചു, ഞാൻ ഷെയ്ഖ് ഇബ്രാഹിമാണ്, എന്റെ ലക്ഷ്യം ഇതിനെല്ലാം അപ്പുറമാണ്. ഈ കാലയളവിൽ അവൻ സിറിയയുടെ മുക്കിലും മൂലയും യാത്ര ചെയ്തു. പാലസ്തീനിലെയും ലെബനോനിലെയും പുരാതന നഗരങ്ങൾ സന്ദർശിച്ചു. ഈ യാത്രകൾ അവന്റെ അറബി ഭാഷയെ കൂടുതൽ സ്വാഭാവികമാക്കി. ഓരോ പ്രദേശത്തെയും ഭാഷാഭേദങ്ങളും ആചാരങ്ങളും അവൻ പഠിച്ചു. അവൻ ഒരു യൂറോപ്യൻ പര്യവേക്ഷകനായിരുന്നില്ല, മറിച്ച് ഒരു അറബ് സഞ്ചാരിയായി ആ നാട്ടിന്റെ ഭാഗമായി മാറി. അങ്ങനെയിരിക്കെ ഒരു തണുത്ത വൈകുന്നേരം തന്റെ ഖാനിലെ മുട്ടത്തിരുന്ന് കാപ്പി കുടിക്കുകയായിരുന്ന ബർക്കാഡിന്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടന്നു. ദൂരെ മരുഭൂമിയിൽ നിന്ന് വന്ന ഒരു കൂട്ടം ബെദൂവിനുകൾ, നാടോടികളായ അറബികൾ, അവിടെ തമ്പടിച്ചിരുന്നു. അവർ തീക്ക് ചുറ്റുമിരുന്ന് കഥകൾ പറയുകയായിരുന്നു. അവരുടെ സംഭാഷണത്തിൽ ഒരു പേര് ആവർത്തിച്ചു വരുന്നത് ബർക്കാഡ് ശ്രദ്ധിച്ചു. വാദി മൂസ, മോശയുടെ താഴ്വര. അവന്റെ കൗതുകമുണർന്നു. അവൻ അവരുടെ അരികേക്ക് ചെന്നു.
ഒരു പണ്ഡിതനായ ഷെയ്ഖ് ഇബ്രാഹീമിനെ അവർ ആദരവോടെ സ്വീകരിച്ചു. എന്താണ് ഈ വാദി മൂസയുടെ പ്രത്യേകത? അവൻ വിനയത്തോടെ ചോദിച്ചു. കൂട്ടത്തിലെ പ്രായം ചെന്ന മുഖത്ത് കാലം ചുളിവുകൾ വീഴ്ത്തിയ ഒരു ബദൂവിൻ പറഞ്ഞു, ഷെയ്ഖ്, അത് സാധാരണക്കാർ പോകാൻ പാടില്ലാത്ത ഒരിടമാണ്. ജിന്നുകളാൽ അഥവാ ആത്മാക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു താഴ്വര. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത ഫറോവൻ തന്റെ നിധികളെല്ലാം ഒളിപ്പിച്ചു വെച്ചത് അവിടെയാണ്. ആ താഴ്വരയുടെ പ്രവേശന കവാടം സിക്ക് എന്നറിയപ്പെടുന്ന ഒരു ഇടുങ്ങിയ മലയിടുക്കാണ്. അതിലൂടെ അകത്തു കിടന്നാൽ പാറകളിൽ കൊത്തിയെടുത്ത ഒരു നഗരം കാണാം. പക്ഷേ അവിടേക്ക് പോകുന്നവരെ ജിന്നുകൾ വഴിതെറ്റിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും. ആ നിധിക്ക് കാവൽ നിൽക്കുന്നത് ശക്തരായ ആത്മാക്കളാണ്. മറ്റുള്ളവർ അത് തലകുലുക്കി ശരിവച്ചു. അവർ ആ സ്ഥലത്തെക്കുറിച്ച് ഭയത്തോടെയും ആദരവോടുമാണ് സംസാരിച്ചത്. ബർക്കാഡി എന്ന ശാസ്ത്രജ്ഞന്റെ മനസ്സ് ഉണർന്നു. ഫറോവന്റെ നിധി, ജിന്നുകളുടെ കഥ, ഇതെല്ലാം നാടോടിക്കഥകളായി അവൻ തള്ളിക്കളഞ്ഞു. എന്നാൽ പാറകളിൽ കൊത്തിയെടുത്ത ഒരു നഗരം എന്ന ആശയം അവന്റെ മനസ്സിലൊരു മിന്നൽ പോലെ പതിഞ്ഞു. ഒരു പുരാതന നാഗരികതയുടെ അവശിഷ്ടങ്ങളാകുമോ അത്? അവൻ കൂടുതൽ ചോദിച്ചറിഞ്ഞു. ആ സ്ഥലമെവിടെയാണ്? അക്ബ ഉൾക്കടലിനും ചാവുകടലിനുമിടയിലുള്ള പർവ്വതനിരകളിലാണ് അത് എന്ന് അവർ പറഞ്ഞു. മോശയുടെ സഹോദരനായ ഹാരൂനിന്റെ ശവകുടീരമെന്ന് വിശ്വസിക്കപ്പെടുന്ന ജബൽ ഹാരൂൻ എന്ന മലയ്ക്ക് സമീപമാണ് ആ താഴ്വര. ആ രാത്രി ബർക്കാഡിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ മനസ്സിൽ ബദൂവിനുകൾ പറഞ്ഞ കഥയും താൻ പണ്ടു വായിച്ച പുരാതന ചരിത്രവും തമ്മിലൊരു പോരാട്ടം നടക്കുകയായിരുന്നു. റോമൻ ചരിത്രകാരനായ സ്ട്രീബോയും പ്ലിനിയും നബാത്തിയന്മാർ എന്ന ശക്തരായ ഒരു ജനതയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പും ശേഷവുമുള്ള നൂറ്റാണ്ടുകളിൽ അറേബ്യൻ മരുഭൂമിയിലെ വ്യാപാരപാതകൾ നിയന്ത്രിച്ചിരുന്നത് അവരായിരുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെയും കുന്തിരക്കങ്കയും വ്യാപാരം മൂലം അവർ കോടീശ്വരരായി. അവരുടെ തലസ്ഥാന നഗരത്തിന്റെ പേര് പെട്ര. ഗ്രീക്ക് ഭാഷയിൽ പാറ എന്ന അർത്ഥം വരുന്ന വാക്ക്. റോമക്കാർ കീഴടക്കിയ ശേഷം ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു നഗരം. ബർക്കാർഡിന്റെ ഹൃദയം കൂടി. ബെദൂവിനുകൾ പറയുന്ന പാറയിൽ കൊത്തിയ നഗരം ഒരുപക്ഷേ നൂറ്റാണ്ടുകളായി ലോകം മറന്നുപോയ ആ നഷ്ടനഗരമായ പെട്രയാകുമോ? വാദി മൂസ എന്ന പേരുപോലും ചരിത്രവുമായി ബന്ധമുള്ളതായി അവന് തോന്നി. ഫറവോന്റെ നിധിയെക്കുറിച്ചുള്ള കഥ ഒരുപക്ഷേ നബാത്തിയൻ രാജാക്കന്മാരുടെ സമ്പത്തിനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ഒരു വികലമായ രൂപമാകാം. ജിന്നുകളുടെ കഥ ആരും അങ്ങോട്ട് കടന്നു ചെല്ലാതിരിക്കാൻ ബെദുവിനുകൾ തന്നെ ഉണ്ടാക്കിയ ഒരു മറയാകാനും സാധ്യതയുണ്ട്. അവന്റെ യഥാർത്ഥ ലക്ഷ്യം ആഫ്രിക്കയാണ്, നൈജർ നദിയാണ്. അതിനായിട്ടാണ് ആഫ്രിക്കൻ അസോസിയേഷൻ അവനെ അയച്ചത്. ഈ പുതിയ ചിന്ത അവന്റെ ദൗത്യത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ്. പക്ഷെ ചരിത്രത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞുകിടക്കുന്ന ഒരു മുഴുവൻ നഗരവും കണ്ടെത്താനുള്ള സാധ്യത അവനെ വല്ലാതെ മോഹിപ്പിച്ചു. ഒരു പണ്ഡിതനായ നിലയിൽ, ഒരു സാഹസികനായ നിലയിൽ അവനതിനെ അവഗണിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, ഇത്രയും വലിയൊരു ദൗത്യത്തിനിടയിൽ എന്തിനാണവൻ ഇങ്ങനെയൊരു അപകടകരമായ വഴിതിരിവിന് മുതിരുന്നതെന്ന്, അല്ലേ? എന്നാൽ ബർക്കാഡിനെ പോലെയുള്ളവരെ മുന്നോട്ട് നയിക്കുന്നത് അത്തരം ചോദ്യങ്ങളാണ്. അജ്ഞാതമായതിനോടുള്ള അടങ്ങാത്ത അഭിമാനിസം. അവനൊരു പദ്ധതി തയ്യാറാക്കി. അവന്റെ അടുത്ത ലക്ഷ്യം കൈറോയാണ്. അലപ്പോയിൽ നിന്ന് കൈറോയിലേക്കുള്ള യാത്ര ജോർദാനിലെ ആ പർവ്വതനിരകളിലൂടെയാക്കാം. ജബൽ ഹാരൂനിൽ പ്രവാചകനായ ഹാരൂനിന്റെ ശവകുടീരത്തിൽ ഒരു ബലിയർപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആരും സംശയിക്കില്ല. അതൊരു പുണ്യകർമ്മമാണ്. ഒരു മുസ്ലിം പണ്ഡിതൻ അങ്ങനെ ഒരു തീർത്ഥാടനം നടത്തുന്നത് തികച്ചും സ്വാഭാവികമാണ്. ഈ തീർത്ഥാടനത്തിന്റെ മറവിൽ ആ നിഗൂഢമായ വാദി മൂസയിലേക്ക് ഒരു വഴികാട്ടിയെ കണ്ടെത്തണം. അങ്ങനെ അലപ്പോയിലെ 2 വർഷത്തെ ജീവിതം അവസാനിപ്പിച്ച് ഷെയ്ഖ് ഇബ്രാഹിം തന്റെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. അവന്റെ ലക്ഷ്യങ്ങൾക്ക് ഇപ്പോൾ 2 മുഖങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആഫ്രിക്കൻ അസോസിയേഷന് വേണ്ടിയുള്ള നൈജർ നദിയുടെ കണ്ടെത്തൽ. 2, അവനുവേണ്ടി മാത്രമുള്ള അവന്റെ സ്വന്തം രഹസ്യദൗത്യം, നഷ്ടനഗരമായ പെട്രയെ തേടിയുള്ള യാത്ര. അവന്റെ താടി കൂടുതൽ നീണ്ടിരുന്നു. അവന്റെ തൊലി മരുഭൂമിയിലെ വെയിലേറ്റ് കൂടുതൽ ഇരുണ്ടിരുന്നു. അവന്റെ അറബി ഭാഷ ഒരു സിറിയൻകാരനെപ്പോലെ അനായാസമായി ഒഴുകിയിരുന്നു. അവനിപ്പോൾ പുറമേ മാത്രമല്ല, ഉള്ളിലും ഷെയ്ഖ് ഇബ്രാഹിമായി കൊണ്ടിരിക്കുകയായിരുന്നു. അലപ്പോ നഗരത്തോട് വിട പറഞ്ഞ് തെക്കോട്ട് ദമാസ്കസിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘത്തോടൊപ്പം ചേരുമ്പോൾ അവന്റെ മനസ്സിൽ ആ ബെദുവിന്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. പാറകളിൽ കൊത്തിയെടുത്ത ഒരു നഗരം. അവൻ കാലെടുത്തു വയ്ക്കാൻ പോകുന്നത് അപകടം പതിഞ്ഞിരിക്കുന്ന ഒരു മേഖലയിലേക്കാണ്. അവിടെ നിയമം ബെദുവിൻ ഗോത്രങ്ങളുടേതാണ്. ഓരോ ഗോത്രത്തിനും അവരുടേതായ അധികാര പരിധിയുണ്ട്. ഒരു ഗോത്രത്തിന്റെ ശത്രുവിനോട് സംസാരിക്കുന്നത് പോലും മരണത്തിന് കാരണമായേക്കാം.
ഈ ചതിക്കുഴികൾക്കിടയിലൂടെ ഒരു വ്യാജ തീർത്ഥാടകനായി തന്റെ ജീവൻ പണയം വെച്ച് നൂറ്റാണ്ടുകളുടെ രഹസ്യം കാത്തുസൂക്ഷിക്കുന്ന ആ മലയിടുക്കിലേക്ക് അവൻ യാത്രയാവുകയാണ്. അവന്റെ അഗ്നിപരീക്ഷയുടെ അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോകുകയായിരുന്നു. അലപ്പോയിലെ തിലക്കും കോട്ടയുടെ നിഴലും പിന്നിലാക്കി ഷെയ്ഖ് ഇബ്രാഹിമിന്റെ യാത്ര ദക്ഷിണദിക്കിലേക്ക് പുരാതന നഗരമായ ദമാസ്കസിലേക്ക് നീങ്ങി. അവന്റെ കൂടെയുണ്ടായിരുന്ന കച്ചവട സംഘം സിറിയയുടെ ഹൃദയഭൂമിയിലൂടെയുള്ള ആ യാത്രയിൽ അവന് ഒരു സുരക്ഷാ കവചം തീർത്തു. ഒട്ടകപ്പുറത്തെ മന്ദഗതിയുള്ള യാത്ര അവന് ചിന്തിക്കാൻ ധാരാളം സമയം നൽകി. അവന്റെ ചിന്തകളിൽ മുഴുവൻ വാദി മൂസയും പാറയിൽ കൊത്തിയ നഗരവും മാത്രമായിരുന്നു. അലപ്പോയിലെ ഖാനിൽ വെച്ച് കേട്ട ബദൂവിൻ കഥ അവന്റെ ഉറക്കം കെടുത്തിയിരുന്നു. അതൊരു കെട്ടുകഥയാണോ, അതോ ചരിത്രത്തിന്റെ മറവിയിൽ ആണ്ടുപോയ ഒരു സത്യത്തിന്റെ നേർത്ത പ്രതിധ്വനിയാണോ? ഈ യാത്ര കേംബ്രിഡ്ജിലിരുന്നു ഭൂപടങ്ങളിൽ വരച്ച പദ്ധതിയേക്കാൾ എത്രയോ സങ്കീർണമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പുസ്തകങ്ങളിലെ അറിവല്ല, മരുഭൂമിയിലെ അതിജീവനത്തിന്റെ പാഠങ്ങളാണ് ഇവിടെ പ്രധാനം. ഓരോ ജലാശയവും, ഓരോ കുന്നും, ഓരോ ഗോത്രത്തിന്റെ പേരും അവൻ മനസ്സിൽ കുറിച്ചു. സഹയാത്രികരുമായുള്ള സംഭാഷണങ്ങളിലൂടെ അവൻ ആ ദേശത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ അവസ്ഥകൾ പഠിച്ചു. ഒട്ടോമൻ ഭരണകൂടത്തിന്റെ അധികാരം നഗരങ്ങളിൽ ഒതുങ്ങുമ്പോൾ ഗ്രാമപ്രദേശങ്ങളും മരുഭൂമിയും ഭരിക്കുന്നത് ശക്തരായ ബദൂവിൻ ഗോത്രങ്ങളാണ്. അവരുടെ നിയമങ്ങളും ശത്രുതകളും സ്നേഹബന്ധങ്ങളും മനസ്സിലാക്കാതെ ഈ മണ്ണിൽ ഒരടി മുന്നോട്ടു വയ്ക്കാനാവില്ല. ഡമാസ്കസിലെത്തിയപ്പോൾ നഗരത്തിന്റെ പച്ചപ്പും സമൃദ്ധിയും അവനെ അത്ഭുതപ്പെടുത്തി. മരുഭൂമിയുടെ നടുവിലൊരു മരതക തുരുത്തുപോലെയായിരുന്നു ആ നഗരം. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായ ഉമയ്യദ് പള്ളിയിൽ അവൻ പ്രാർത്ഥിച്ചു. അവിടുത്തെ പണ്ഡിതനുമായി സംവാദങ്ങളിലേർപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുള്ള ഷെയ്ഖ് എന്ന അവന്റെ ഖ്യാതി ദമാസ്കസിലും പരന്നു. എന്നാൽ അവന്റെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ജോർദാനിലെ പർവ്വതനിലകളെക്കുറിച്ചും അവിടെ ജീവിക്കുന്ന ഗോത്രങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ദമാസ്കസിലെ ചായക്കടകളിലും തിരക്കേറിയ സൂക്കുകളിലും അവൻ ചെവികൂർപ്പിച്ചു. വാദി മൂസായെക്കുറിച്ച് സംസാരിക്കുന്നവരെ അവൻ ശ്രദ്ധിച്ചു. ആളുകൾ ആ പേരുച്ചരിക്കുന്നത് പോലും ഭയത്തോടെയായിരുന്നു. അതൊരു നിരോധിത മേഖലയാണെന്നും അവിടേക്ക് പോകാൻ ശ്രമിച്ച പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അവർ അടക്കം പറഞ്ഞു. അവിടുത്തെ ബദൂവിൻ ഗോത്രങ്ങൾ അത്യന്തം അപകടകാരികളാണ്. പുറത്തുനിന്നുള്ളവരെ അവർ സംശയത്തോടെയാണ് കാണുന്നത്. ഫറവോന്റെ നിധി കരടി വരുന്നവരാണെന്ന് കരുതിയവർ ആരെയും കൊന്നുകളഞ്ഞേക്കാം. ഈ കഥകളെല്ലാം അവന്റെ നിശ്ചയദാർഢ്യത്തെ വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. അപകടം കൂടുന്തോറും ആ സ്ഥലത്തിനു പിന്നിൽ വലിയൊരു രഹസ്യമൊളിപ്പിരിപ്പുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷേ അവിടേക്കെങ്ങനെ എത്തും? ഒറ്റയ്ക്ക് പോകുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഒരു വിശ്വസ്തനായ വഴികാട്ടി വേണം. എന്നാൽ ആരെ വിശ്വസിക്കും? പണത്തിനു വേണ്ടി ആരും അവനെ ചതിച്ചു കൊടുക്കാം. അങ്ങനെയിരിക്കെയാണ് ദമാസ്കസിലെ ഒരു പഴയ പുസ്തക വിൽപ്പനക്കാരനിൽ നിന്ന് അവൻ സിയാറയെക്കുറിച്ച് കേൾക്കുന്നത്. സിയാറ എന്നാൽ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനം. ജബൽ ഹാറൂൺ അഥവാ ഹാറൂൺ നബിയുടെ പർവ്വതം മുസ്ലിങ്ങൾ പുണ്യമായി കരുതുന്ന ഒരിടമാണ്. അവിടേക്ക് വർഷത്തിൽ ചിലപ്പോഴൊക്കെ തീർത്ഥാടകർ പോകാറുണ്ടായിരുന്നു. ആ യാത്രയുടെ മറപറ്റുക എന്നതായിരുന്നു ബർക്കാർഡിന്റെ മനസ്സിൽ രൂപം കൊണ്ട പദ്ധതി. അവൻ ദമാസ്കസിൽ വെച്ച് തന്റെ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി ഒരുങ്ങി. കൈറോയിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ഹാരൂൺ നബിയുടെ ഖബറിടത്തിൽ ഒരാടിനെ ബലിയർപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതൊരു സാധാരണ ഭക്തിപ്രകടനമായി എല്ലാവരും കണ്ടു. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ധനികനായ വ്യാപാരിയും പണ്ഡിതനും അങ്ങനെ ഒരു നേർച്ച നേർന്നതിൽ ആർക്കും അത്ഭുതം തോന്നിയില്ല. മധ്യവയസ്കനായ ഒരു ബദൂവിൻ അവനെ സമീപിച്ചു. ആ പ്രദേശത്തെ ഗോത്രങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചും നല്ല അറിവുള്ളവനായിരുന്നു അബൂ റഷീദ്. എന്നാൽ അവന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. അത് ബർക്കാഡിനെ അല്പം ആശങ്കപ്പെടുത്തി. അവൻ വാഗ്ദാനം ചെയ്ത പണത്തിലായിരുന്നോ അവന്റെ കണ്ണ്, അതോ മറ്റെന്തെങ്കിലും ഗൂഢോദ്ദേശങ്ങളുണ്ടായിരുന്നു? പക്ഷേ ബർക്കാഡിന് മറ്റു വഴികളില്ലായിരുന്നു. അവൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ദമസ്കസിൽ നിന്ന് തെക്കോട്ട് ഇന്നത്തെ ജോർദാനിലേക്ക് ഷെയ്ഖ് ഇബ്രാഹിമും അവന്റെ വഴികാട്ടി അബൂ റഷീദും യാത്ര തിരിച്ചു. ഇപ്പോൾ അവനൊരു വലിയ കച്ചവട സംഘത്തിന്റെ ഭാഗമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അപകട സാധ്യത വളരെ കൂടുതലായിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അബൂ റഷീദിന്റെ യഥാർത്ഥ സ്വഭാവം പതിയെ പുറത്തുവരാൻ തുടങ്ങി. അവൻ കൂടുതൽ പണത്തിനായി വിലപേശി. ഓരോ ദിവസവും പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു.
വഴിയിൽ കാണുന്ന ബിദുവിൻ ഗോത്രങ്ങൾക്ക് പാസ്പോർട്ട് എന്ന പേരിൽ പണം നൽകണമെന്ന് പറഞ്ഞ് അവൻ ബർക്കാഡിനെ ഭീഷണിപ്പെടുത്തി. ബർക്കാഡെ ഗൽത്താൽ അവരവനെ കൊന്ന് മരുഭൂമിയിൽ ഉപേക്ഷിക്കുമെന്ന പച്ചയായി പറഞ്ഞു. ബർക്കാഡ് ഒരു ധനികനായ ലോകപരിചയം കുറഞ്ഞ വ്യാപാരിയായി അഭിനയിച്ചു. അവൻ അബൂ റഷീദിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി. അവന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങളിൽ മാത്രമാണ് വഴികാക്കിയുടെ ശ്രദ്ധയെന്ന് മനസ്സിലാക്കിയ ബർക്കാഡ് തന്റെ പണം കുറച്ചായി അവന് നൽകി. അതേസമയം അവൻ അതീവൻ ജാഗരൂകനായിരുന്നു. രാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും ഒരു കണ്ണ് തുറന്നു വെച്ചു. തന്റെ അരയിൽ തിരികിയ ചെറിയ കഥാരിയിൽ അവന്റെ കൈ എപ്പോഴും തങ്ങി നിന്നു. അവരുടെ യാത്ര വരണ്ട മലനിരകളിലൂടെയും വിശാലമായ മണൽപ്പരപ്പുകളിലൂടെയും കടന്നുപോയി. സൂര്യൻ കത്തിജ്വലിച്ചു. വെള്ളം അമൂല്യമായ ഒരു നിധിയായി. ഈ കഠിനമായ സാഹചര്യങ്ങൾ ബർക്കാഡിന്റെ ശാരീരികവും മാനസികവുമായ കരുത്തിനെ പരീക്ഷിച്ചു. പലപ്പോഴും അവൻ തളർന്നു. എന്തിനാണ് താൻ ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിച്ചുപോയി. ലണ്ടനിലെ സുഖപ്രദമായ ജീവിതം, സർ ജോസഫ് ബാങ്ക്സുമായുള്ള ചർച്ചകൾ, കേംബ്രിഡ്ജിലെ പുസ്തകങ്ങളുടെ ലോകം എല്ലാം എത്രയോ അകലെയായിരുന്നു. പക്ഷേ പാറയിൽ കൊത്തിയ നഗരത്തെക്കുറിച്ചുള്ള ചിന്ത അവന് പുതിയ ഊർജം നൽകി. വഴിയിൽ അവർ പല ബെദുവിൻ തമ്പുകളും കടന്നുപോയി. ഷേഖ് ഇബ്രാഹിമിനെ ഒരു പുണ്യതീർത്ഥാടകനായി അവൻ പരിചയപ്പെടുത്തി. ബിദുവിനുകൾ അവനെ സംശയത്തോടെ നോക്കി. അവന്റെ വെളുത്ത തൊലിയും നീലക്കണ്ണുകളും അവർക്കത്ര പരിചയമായിരുന്നില്ല. എന്നാൽ ബർക്കാഡിന്റെ ആധികാരികമായ അറബി ഭാഷയും ഖുറാനിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള സംഭാഷണവും അവരുടെ സംശയങ്ങളെ ഒരു പരിധിവരെ അകറ്റി. അവർ അവന് ഭക്ഷണവും വെള്ളവും നൽകി. എന്നാൽ അവരുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു അപരിചിതത്വം നിഴലിരുന്നു. അവൻ അവരുടെ ലോകത്ത് പുറത്തുള്ളവനാണ് എന്നൊരു തോന്നൽ. യാത്ര പുരോഗമിച്ചതോറും അബൂ റഷീദ് വാദി മൂസയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഷെയ്ഖ്, നമ്മൾ ആ താഴ്വരയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അതീവ ശ്രദ്ധ വേണം. അവിടത്തെ ഗോത്രം ലിയാത്ന വളരെ അപകടകാരികളാണ്. അവർക്ക് നിധിയുടെ കഥകളിൽ വിശ്വാസമുണ്ട്. ഒരു വിദേശിയെ കണ്ടാൽ നിധി മോഷ്ടിക്കാൻ വന്നവനാണെന്ന് കരുതി അവർ ഉപദ്രവിക്കും. നിങ്ങളുടെ നേർച്ച ഹാരൂൻ നബിയുടെ പർവ്വതത്തിലാണെങ്കിൽ നമുക്ക് ആ താഴ്വര ഒഴിവാക്കി മലയുടെ മറ്റൊരു വശത്തുകൂടി പോകാം. ഇതൊരു കെണിയാണെന്ന് ബർക്കാഡിന് മനസ്സിലായി. വാദി മൂസ കാണിക്കാതെ തന്നെ കബളിപ്പിച്ച് പണവുമായി കടന്നുപോകാനാണ് അബൂ റഷീദിന്റെ പദ്ധതി എന്ന് അവന് തോന്നി. ബർക്കാഡ് ശാന്തനായി എന്നാൽ ദൃഢമായി മറുപടി പറഞ്ഞു. അബൂ റഷീദ്, എന്റെ നേർച്ച പൂർത്തിയാകണമെങ്കിൽ മോശയുടെ താഴ്വരയിലൂടെ തന്നെ ഞാൻ യാത്ര ചെയ്യണം. പുണ്യപാതകൾ ഒഴിവാക്കി യാത്ര ചെയ്യുന്നത് ദൈവനിന്ദയാണ്. അവിടുത്തെ ഗോത്രത്തെക്കുറിച്ച് എനിക്ക് ഭയമില്ല. സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവനെ അല്ലാഹു രക്ഷിക്കും. അവർക്ക് നൽകേണ്ട പാരിതോഷികങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്നെ അവിടേക്ക് കൊണ്ടുപോകുക. അവൻ തൻ്റെ അരയിൽ നിന്നൊരു സ്വർണ്ണ നാണയം കൂടി എടുത്ത് അവന് നേരെ നീട്ടി. പണം കണ്ടപ്പോൾ അബൂ റഷീദിന്റെ കണ്ണുകൾ തിളങ്ങി. അവനൊരു നിമിഷം ആലോചിച്ചു. പിന്നെ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അവന്റെ മനസ്സിൽ മറ്റെന്തോ പദ്ധതികൾ രൂപം കൊള്ളുന്നുണ്ടെന്ന് മർക്കാഡിന് ഉറപ്പായിരുന്നു. മർക്കാഡിനെ ലിയാത്ന ഗോത്രത്തിന് ഒട്ടിക്കഴിച്ച് അതിന്റെ പ്രതിഫലം പറ്റാനാവും അവൻ ശ്രമിക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷം ദൂരെ ചക്രവളത്തിൽ ചുമന്ന മണൽക്കല്ലുകളാൽ തീർത്ത പർവ്വതനിരകൾ പ്രത്യക്ഷപ്പെട്ടു. സൂര്യരശ്മിയിൽ അവ തീപിടിച്ചതുപോലെ തിളങ്ങിക്കൊണ്ടിരുന്നു. അതാണ് ജബാൽ ഷാറ എന്ന് അബൂ റഷീദ് പറഞ്ഞു. ആ പർവ്വതനിരകൾക്കുള്ളിലാണ് വാദി മൂസ. ബർക്കാഡിന്റെ ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങി. വർഷങ്ങളായുള്ള അവന്റെ സ്വപ്നം, ബെദുവിനുകളുടെ കെട്ടുകഥകൾ, ചരിത്രത്തിന്റെ നഷ്ടപ്പെട്ട ഏട് എല്ലാം അച്ചുവന്ന പാറക്കല്ലുകൾക്കുള്ളിൽ അവരെ കാത്തിരിക്കുന്നു. അവർ ആ പർവ്വതനിരകളുടെ അടുത്തേക്ക് നീങ്ങി. ഭൂപ്രകൃതിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നു. ചുറ്റും വിചിത്രമായ രൂപങ്ങളിലുള്ള പാറക്കൂട്ടങ്ങൾ, കാറ്റും മഴയും കാലവും ചേർന്ന് കൊത്തിയെടുത്ത ശില്പങ്ങൾ പോലെ. അന്തരീക്ഷത്തിലൊരു നിഗൂഢമായ ശാന്തത തങ്ങി നിന്നു. ബെദുവിനുകൾ എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തെ ജിന്നുകളുമായി ബന്ധപ്പെടുത്തിയത് എന്നവന് മനസ്സിലായി. ഈ വിജനതയും പാറകളുടെ ഭീമാകാരമായ രൂപങ്ങളും ആർക്കും ഒരു ഭയമുളവാക്കും. അവരൊരു ചെറിയ ഗ്രാമത്തിലെത്തി. എൽജി എന്നായിരുന്നു അതിൻ്റെ പേര്. അവിടെയാണ് ലിയാത്ന ഗോത്രക്കാർ താമസിച്ചിരുന്നത്. ഗ്രാമവാസികൾ അവരെ തുറിച്ചു നോക്കി. അബൂ റഷീദ് ഗ്രാമമുഖ്യനുമായി സംസാരിക്കാൻ പോയപ്പോൾ ബർക്കാഡ് ഒട്ടകപ്പുറപ്പ് തന്നെയിരുന്നു. കുട്ടികൾ അവന് ചുറ്റും കൂടി. അവൻ്റെ വിചിത്രമായ വേഷവും വെളുത്ത മുഖവും കണ്ട് കൗതുകത്തോടെ നോക്കി. ചിലർ കല്ലെടുത്ത് എറിയാൻ പോലും ശ്രമിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അബൂ റഷീദ് മടങ്ങിവന്നു. അവൻ്റെ മുഖത്ത് ഒരു ഗൂഢമായ ചിരിയുണ്ടായിരുന്നു. ഷെയ്ഖ്, ഗ്രാമമുഖ്യൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളൊരു വലിയ സമ്മാനം അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട്. ഇത് ഒരു പരീക്ഷണമാണെന്ന് ബർക്കാഡിനറിയാമായിരുന്നു. ഗ്രാമമുഖ്യന്റെ കൂടാരത്തിലേക്ക് നടക്കുമ്പോൾ അവൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ നിമിഷത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നതെന്ന് അവന് തോന്നി. അവൻ്റെ ഭാഷ, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടും. ഒരു ചെറിയ പിഴവ് മതി എല്ലാം അവസാനിക്കാൻ. കൂടാരത്തിനുള്ളിൽ പരപതാണികളിൽ ചാരി ഗ്രാമമുഖ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും ആയുധധാരികളായ അംഗരക്ഷകർ. അവരുടെ കണ്ണുകൾ വാളുകളെക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. അസ്സലാമു അലൈക്കും, ബർക്കാഡ് ശാന്തമായി അഭിവാദ്യം ചെയ്തു. ഗ്രാമമുഖ്യൻ അവൻ്റെ അഭിവാദ്യം സ്വീകരിച്ചു.
എന്നിട്ട് തുളച്ചുകയറുന്ന ശബ്ദത്തിൽ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഈജിപ്തിൽ നിന്നുള്ള നിധിമോഷ്ടാവാണോ നിങ്ങൾ? ബർക്കാഡിന്റെ നെഞ്ചിലൂടെ ഒരു തനുപ്പരിച്ചുപോയി. എന്നാൽ അവൻ പുറമേ ശാന്തത കൈവിട്ടില്ല. തന്റെ കഥ ഹാരൂൻ നബിയുടെ കബറിടത്തിലെ ബലിയർപ്പണത്തെക്കുറിച്ച് അവൻ ഭക്തിയോടെ വിവരിച്ചു. അവന്റെ ശബ്ദത്തിലെ ആത്മാർത്ഥതയും ഖുർആനിലെ വഴികൾ ഉദ്ധരിക്കാനുള്ള അവന്റെ കഴിവും ഗ്രാമമുഖ്യനിൽ ഒരു ചെറിയ മതിപ്പുണ്ടാക്കി. എങ്കിലും സംശയം പൂർണ്ണമായും വിട്ടുമാറിയില്ല. ഗ്രാമമുഖ്യൻ അബൂ റഷീദിനെ നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ എന്തോ രഹസ്യം കൈമാറി. പിന്നീട് നടന്നത് ഒരു നാടകമായിരുന്നു. ഗ്രാമമുഖ്യൻ ബർക്കാഡിനോട് പറഞ്ഞു, നിങ്ങളുടെ ഭക്തിയെ ഞങ്ങൾ മാനിക്കുന്നു. ഹാരൂൻ നബിയുടെ പർവ്വതത്തിലേക്ക് പോകാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കാം. പക്ഷേ ആ താഴ്വരയിലൂടെയല്ല, അത് അപകടം പിടിച്ച വഴിയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു വഴികാട്ടിയെ തരുന്നതാണ്. ഇത് അബൂ റഷീദും ഗ്രാമമുഖ്യനും ചേർന്നുള്ള കളിയാണെന്ന് ബർക്കാഡിന് ഉറപ്പായി. അവനെ വാദി മൂസയിൽ നിന്നും അകറ്റി നിർത്താൻ അവർ ശ്രമിക്കുകയാണ്. അവന്റെ പണം തട്ടിയിട്ട് അവനെ വഴി തെറ്റിച്ച് എവിടെയെങ്കിലും ഉപേക്ഷിക്കാനാവും അവരുടെ പദ്ധതി. അവന്റെ മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ അവരുടെ നിർദ്ദേശം അംഗീകരിച്ച് ജീവനം കൊണ്ട് രക്ഷപ്പെടുക, പെട്ര എന്ന സ്വപ്നം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ തന്റെ ജീവൻ പണയം വെച്ച് ആ താഴ്വര കാണണമെന്ന് വാശി പിടിക്കുക. ആ നിമിഷം ജീൻ ലൂയിസ് ബർക്കാഡ് എന്ന സാഹസികൻ ഷെയ്ഖ് ഇബ്രാഹിം എന്ന പണ്ഡിതന്റെ മുഖംമൂടിക്കുള്ളിലിരുന്നൊരു തീരുമാനമെടുത്തു. അവൻ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. ഇത്രയും ദൂരം വന്നിട്ട് ലക്ഷ്യത്തിന്റെ പടിവാതിൽക്കൽ വെച്ച് പിന്തിരിയുന്നതിനേക്കാൾ ഭേദം മരണമാണ്. അവൻ എഴുന്നേറ്റ് നിന്നു. അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു, പക്ഷേ വിനയം നിറഞ്ഞതായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യ, ഞാൻ എന്റെ നേർച്ച പൂർത്തിയാകണമെങ്കിൽ ഞാൻ മോശയുടെ പാദങ്ങൾ പതിഞ്ഞ ആ പുണ്യ താഴ്വരയിലൂടെ തന്നെ നടക്കണം. അതിനിടയിൽ ഞാൻ ജീവൻ നഷ്ടപ്പെട്ടാൽ അതത് പുണ്യമരണമായി ഞാൻ കണക്കാക്കും. ഹാരൂൻ നബിയുടെ പർവ്വതത്തിലേക്ക് എന്നെ നയിക്കുക. അതിനു പകരമായി ഇതാ എന്റെ സമ്മാനം. അവൻ തന്റെ അരയിപ്പട്ടയിൽ നിന്നും ഒരു ചെറിയ സഞ്ചി പുറത്തെടുത്തു. അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു. അത് ഗ്രാമമുഖ്യന്റെ കാൽക്കൽ വച്ചു. കൂടാരത്തിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. ഗ്രാമമുഖ്യന്റെയും അംഗരക്ഷകരുടെയും കണ്ണുകൾ ആ സ്വർണത്തിൽ തറഞ്ഞു നിന്നു. അവരുടെ മുഖത്ത് അത്യാഗ്രഹവും സംശയവും ഒരുപോലെ നിഴലിച്ചു. ഈ വിദേശി ഒരു ഭക്തനാണോ, അതോ അതിസമർത്ഥനായ ഒരു നടനോ? ബർക്കാഡിന്റെ വിധി ആ കൂടാരത്തിൽ വെച്ച് തീരുമാനിക്കപ്പെടുകയായിരുന്നു. അവന്റെ യാത്ര തുടരുമോ, അതോ ആ ചുമന്ന മണലിൽ അവസാനിക്കുമോ? അവന്റെ ശ്വാസമടക്കിപ്പിടിച്ചുള്ള കാത്തിരിപ്പിന് മണിക്കൂറുകളുടെ ദൈർഘ്യമുള്ളതായി തോന്നി. ബെദുവിൻ മുഖ്യന്റെ കൂടാരത്തിനുള്ളിൽ സമയം നിശ്ചലമായി നിന്നു. ഷെയ്ഖ് ഇബ്രാഹിം ഇബിൻ അബ്ദുള്ള എന്ന ജീൻ ലൂയിസ് ബർക്കാഡ് തന്റെ വിധി കാത്ത ശ്വാസമടക്കി നിന്നു. അവന്റെ കാൽക്കൽ ഒരു പ്രലോഭനമെന്നോണം, ഒരു കെണിയെന്നോണം സ്വർണ്ണനാണയങ്ങൾ നിറഞ്ഞ സഞ്ചി കിടന്നു. കൂടാരത്തിലെ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ സ്വർണം തിളങ്ങി. ആ തിളക്കം മുഖ്യന്റെ കണ്ണുകളിലും പ്രതിഫലിച്ചിരുന്നു. അത്യാഗ്രഹത്തിന്റെയും സംശയത്തിന്റെയും കൗശല്യത്തിന്റെയും സമ്മിശ്രമായൊരു ഭാവം ആ പരുക്കൻ മുഖത്തു മിന്നിമറഞ്ഞു. ചുറ്റും നിന്ന അംഗരക്ഷകരുടെ കൈകൾ അവരുടെ വാൾപിടികളിൽ അമർന്നിരുന്നു. ഒരു വാക്ക്, ഒരു നോട്ടം മതിയായിരുന്നു എല്ലാം അവസാനിപ്പിക്കാൻ. ബർക്കാഡിന്റെ മനസ്സ് ഒരു യുദ്ധകളമായിരുന്നു. ഭയം ഒരു വശത്ത് അവന്റെ ഞരമ്പുകളെ മരവിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ, മറുഭാഗത്ത് സാഹസികതയുടെ ലഹരി അവനെ ശാന്തനായി നിൽക്കാൻ പ്രേരിപ്പിച്ചു. വർഷങ്ങളുടെ തയ്യാറെടുപ്പ്, ഭാഷാപഠനം, സംസ്കാരത്തെക്കുറിച്ചുള്ള ആഴമുള്ള അറിവ് എല്ലാം ഈ ഒരൊറ്റ നിമിഷത്തിനു വേണ്ടിയായിരുന്നു. അവനൊരു വ്യാപാരിയായിരുന്നില്ല, ഒരു പണ്ഡിതനായിരുന്നില്ല, ഒരു തീർത്ഥാടകനായിരുന്നില്ല. അവൻ ഒരു നടനായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേഷം അഭിനയിക്കുകയായിരുന്നു. ഗ്രാമമുഖ്യൻ ഷെയ്ഖ് സലേം പതിയെ തന്റെ ദൃഷ്ടി സ്വർണത്തിൽ നിന്ന് ബർക്കാഡിന്റെ മുഖത്തേക്ക് മാറ്റി. ആ നീലക്കണ്ണുകളിലേക്ക് അയാൾ തുളച്ചു കയറുന്നതുപോലെ നോക്കി. ഒരു നുണയുടെ നേരിയ കണികയെങ്കിലും കണ്ടെത്താൻ അയാൾ ശ്രമിച്ചു. നിങ്ങളുടെ ഭക്തി അസാധാരണമാണ് ഷെയ്ഖ് എന്നല്ല അയാൾ പറഞ്ഞു. ശബ്ദം ഒരു മൂളൽ പോലെയായിരുന്നു. ഇത്രയധികം സമ്പത്തുപേക്ഷിച്ചും ജീവൻ പണയം വെച്ചും ഒരു നേർച്ച പൂർത്തിയാക്കാൻ വരുന്നവരെ ഞങ്ങൾ മുൻപ് കണ്ടിട്ടില്ല. നിങ്ങളുടെ കഥയിൽ സത്യമുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഈ മരുഭൂമിയിൽ കഥകൾക്ക് പല മുഖങ്ങളുണ്ട്. ചിലത് സത്യം, ചിലത് ചതി. അയാൾ ഒരു നിമിഷം നിർത്തി ബർക്കാഡിന്റെ പ്രതികരണത്തിനായി കാത്തു. ബർക്കാഡ് ഒന്നും മിണ്ടിയില്ല. അവൻ ശാന്തനായി, വിനയാംഭിതനായി നിന്നു. അവന്റെ നിശ്ശബ്ദത, അവന്റെ ആത്മവിശ്വാസം മുഖ്യനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. ഒരു സാധാരണ കള്ളനോ നിധിവേട്ടക്കാരനോ ഇത്ര ധൈര്യം കാണിക്കില്ല. അവർ വിലപേശും, ഭയപ്പെടും, തിന്തിരിഞ്ഞോടും. എന്നാൽ ഈ മനുഷ്യൻ മരണത്തെപ്പോലും പുണരാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒന്നുകിൽ ഇവനൊരു പരമഭക്തൻ, അല്ലെങ്കിൽ ഒരു മഹാവിഡ്ഢി, രണ്ടല്ലെങ്കിൽ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അതിസമർത്ഥനായ ചതികൻ. മുഖ്യൻ ഒരു തീരുമാനത്തിലെത്തി.
ഈ വിദേശിയെ കൊല്ലുന്നത് എളുപ്പമാണ്. പക്ഷേ ഒരു യഥാർത്ഥ തീർത്ഥാടകനെയാണ് കൊല്ലുന്നതെങ്കിൽ അത് ഗോത്രത്തിന് ശാപമായി ഭവിക്കും. മാത്രമല്ല, മരിച്ചവനിൽ നിന്നും ഒന്നും നേടാനില്ല. ജീവനുള്ള ഈ ഷേഖ് ഒരുപക്ഷെ കൂടുതൽ സ്വർണം കായ്ക്കുന്ന ഒരു മരമായിരിക്കാം. അവനെ താഴ്വരയിലേക്ക് കൊണ്ടുപോകാം, പക്ഷേ സ്വന്തം നിബന്ധനകളോടെ. ശരി ഷേഖ് ഇബ്രാഹിം, മുഖ്യന്റെ ശബ്ദമുയർന്നു. നിങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ മാനിക്കുന്നു. നിങ്ങളുടെ നേർച്ച പൂർത്തിയാക്കാൻ ഞങ്ങൾ സഹായിക്കാം. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ വാദി മോസയിലൂടെ തന്നെ നിങ്ങളെ ഹാരൂൻ നബിയുടെ പർവ്വതത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. ബർക്കാഡിന്റെ ഉള്ളിൽ ആശ്വാസത്തിന്റെ ഒരു തണുപ്പ് പടർന്നു. എന്നാൽ അതൊരു നിമിഷം മാത്രമേ നീണ്ടുള്ളൂ. മുഖ്യൻ തുടർന്നു, പക്ഷെ നിങ്ങളുടെ വഴികാട്ടി ഈ അബൂ റഷീദായിരിക്കില്ല. അയാൾ അബൂ റഷീദിനെ പുച്ഛത്തോടെ നോക്കി. പണം കണ്ടപ്പോൾ സ്വന്തം യജമാനനെ ചതിക്കാൻ മടിക്കാത്തവനെ അയാൾക്ക് വിശ്വാസമില്ലായിരുന്നു. എന്റെ സ്വന്തം ആളുകൾ, ഈ മണ്ണിന്റെ ഓരോ മണൽത്തറയും അറിയുന്നവർ നിങ്ങളെ അനുഗമിക്കും. സലീം, ജാബിർ. അതുവരെ നിഴലിൽ നിന്നിരുന്ന രണ്ടായുധധാരികൾ മുന്നോട്ടു വന്നു. അവർ ബർഖാഡിനെ അടിമുടിയൊന്നു നോക്കി. അവരുടെ നോട്ടത്തിൽ സൗഹൃദത്തിന്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. അതിൽ കല്ലിന്റെ കാഠിന്യവും കഴുകന്റെ സൂക്ഷ്മതയും ചെന്നായയുടെ ക്രൗര്യവും കലർന്നിരുന്നു. സലീം ഉയരം കൂടിയ മെലിഞ്ഞ ശരീരമുള്ളവനായിരുന്നു. അവനധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് തോന്നി. അവന്റെ കണ്ണുകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നു. ജാബിർ തടിച്ച കുറിയ മനുഷ്യനായിരുന്നു. അവന്റെ മുഖത്തെപ്പോഴും ഒരു വക്രബുദ്ധിയുടെ ചിരി ഉണ്ടായിരുന്നു.